കേട്ടപ്പോൾ I could at least understand he is something more than ordinary Christian. അവൻ സാധാരണ ക്രിസ്ത്യാനിൽ നിന്നും ഉപരിയായ നിലയിൽ ഒരുവനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. I asked him his name. അവന്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചു. His name was Dinkar. ദിനകർ എന്നാണ് തന്റെ പേര്. Then I talked to him for a while. അദ്ദേഹത്തോട് ഞാൻ ഒരു സമയം And I came to know he was a believer. അവൻ വിശ്വാസിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. Born again and baptized. വീണ്ടും ജനിച്ചായിരിക്കുന്ന അതുപോലെ സ്നാനപ്പെട്ട വിശ്വാസി. He just came there for a day. ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം അവിടെ വന്നതാണ്. Next day he was supposed to go back to Bareilly. മറ്റേ ദിവസം അവൻ ബെറലിൽ കടന്നു പോകേണ്ടവനാണ്. As I talked to him, അവനോട് ഞാൻ I സംസാരിച്ചപ്പോൾ, said, brother, I want to go to gathering of believers. വിശ്വാസികൾ കൂടി വരുന്ന ഒരു സ്ഥലത്ത് കടന്നു പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I don't want to go back to the nominal churches. സാധാരണ ക്രിസ്ത്യാനികളുടെ അടുക്കലോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമില്ല. Dinakar said like this to me, ഇങ്ങനെ പറഞ്ഞു, brother, when I was in this place, ഞാൻ ഈ സ്ഥലത്തായിരുന്നപ്പോൾ I used to go to one assembly here. ഇവിടെ ഉണ്ടായിരുന്ന സഭയിൽ ഞാൻ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. Tomorrow afternoon, before I go back to Bareilly, I will take you to those brothers. ബെറലിലേക്ക് ഞാൻ നാളെ പോകുന്നതിന് മുൻപായിട്ട് ഈ സഹോദരന്മാരുടെ അടുക്കലോട്ട് നിന്നെ ഞാൻ കൊണ്ടുപോകും. Next morning we pedaled down to Allahabad, the place called Mumfordganj, and we met brother Mathew, the Lord's servant. അലഹബാദുള്ള Mathew. അലഹബാദുള്ള ഈ മാത്യു സഹോദരന്റെ അടുക്കലോട്ട് അവിടെ പോകാനിടയായി. And that introduction on that day has kept me always last 28 years in the assembly fellowship. കഴിഞ്ഞ 28 വർഷക്കാലമായിട്ടുള്ള തന്റെ ജീവിതത്തിൽ എപ്പോഴും ഇത് ഓർക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമായിട്ട് ഉണ്ടായി. He was my spiritual father. പ്രിയ സഹോദരന്റെ ആത്മീയ പിതാവായിട്ട് താനിരിക്കുന്നു. There is another family by name brother P.A. Samuel. P.A. Samuel എന്ന് പറയുന്ന മറ്റൊരു സഹോദരനുണ്ട്. And sister Grace, they were like my spiritual parents. സിസ്റ്റർ ഗ്രേസും അങ്ങനെ അവർ രണ്ടുപേരും ഈ സഹോദരന്റെ ആത്മീയ മാതാപിതാക്കളാണ്. And as I talk to you, I am so glad to say that dear brother Sunny is here. ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ സണ്ണി നമ്മുടെ മധ്യത്തിലുണ്ട്. He was like my elder brother there. അവിടെ വെച്ച് തന്റെ മൂത്ത സഹോദരനായിട്ട് തന്നെ കാണാൻ കഴിയും. He has taken so much care of us there. അവിടെ വെച്ച് തന്നെ വളരെയധികം തനിക്ക് ശുശ്രൂഷകൾ ചെയ്യുവാനാണ് And the fellowship that we had there, we could never forget in our life. തന്റെ ജീവിതത്തിൽ അനുഭവിച്ചായിരിക്കുന്ന ആ കൂട്ടായ്മ തന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. That has made me a man and man of God. ദൈവ മകനായിട്ട് ദൈവ പൈതലായിട്ട് ഉറച്ചു നിൽക്കാൻ അത് മുഖാന്തരമിടയായി. What brought me to that? അതിനെ കൊണ്ടുവരാൻ കാരണം എന്താണ്? Just a simple prayer of that brother who was sitting across me. തന്റെ മുമ്പിൽ ഇരുന്ന ഒരു സഹോദരന്റെ കേവലം ഒരു പ്രാർത്ഥന മാത്രം. Am I a witness in my place? ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നവനാണോ? Yeah, before we go outside for the witness, പുറത്തോട്ട് പോയി നാം സാക്ഷ്യം വഹിക്കുന്നതിന് മുമ്പായി I would like to talk to children first. ഇവിടെ കുഞ്ഞുങ്ങളോട് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. What your mom says about you is very important. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. What your dad says about you is very important. നിങ്ങളുടെ പിതാവ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. If within your family you are not able to maintain your witness, you cannot be a witness for the Lord outside your house. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന നിലയിൽ സാക്ഷ്യം വഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ കുടുംബത്തിന് പുറത്തു പോയി സാക്ഷ്യം വഹിക്കുവാൻ കഴിയില്ല. Husbands, they say usually like this. ഭർത്താക്കന്മാരെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട്. If we have to know the real condition of the husband of the house, വീടിന്റെ നാഥനായിരിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിന്റെ യഥാർത്ഥമായ അവസ്ഥ അറിയണമെങ്കിൽ ask the wife. ഭാര്യയോട് ചോദിക്കുക. And if you have to know the real condition of wife, ഭാര്യയുടെ യഥാർത്ഥമായ സിറ്റുവേഷൻ എന്താണ് മനസ്സിലാക്കണമെങ്കിൽ ask the husband. ഭർത്താവിനോട് ചോദിക്കുക. And if you have to know about both of them, രണ്ടുപേരെ കുറിച്ച് പറയണമെങ്കിൽ look at the children and ask them. കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് അവരോട് ചോദിക്കും. The whole testimony is brought before us. പരിപൂർണമായ സാക്ഷ്യം നമ്മുടെ മുമ്പായി. But these days many husbands and wives are like Ananias and Sapphira. ഇന്നുള്ള പല ഭർത്താക്കന്മാരും ഭാര്യമാരും അനന്യസിനെയും സഫീറയെ പോലെയും ആയിരിക്കുക. Wife has her own weaknesses. ഭാര്യയ്ക്ക് അവളുടേതായിട്ടുള്ള ബലഹീനതകളുണ്ട്. Husband has his own weaknesses. ഭർത്താവിന് അവന്റെയും ബലഹീനതകളുണ്ട്. I will not speak against you. ഞാൻ നിനക്കെതിരായി പറയില്ല. You don't speak against me. നീ എനിക്കെതിരായി പറയാതിരിക്കുക. എല്ലാം മൂടി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. Both of them are trying to, cover up their own things. രണ്ടുപേരും അവരുടെ പ്രശ്നങ്ങളൊക്കെ മൂടി വെക്കുക. But we are brought together that we might correct one another. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ആക്കിയിരിക്കുന്ന ഉദ്ദേശം അന്യോന്യം നമ്മുടെ കാര്യങ്ങളെ ക്രമീകരിക്കുക. Abraham was a man of witness in that place. ഈ പ്രത്യേക സ്ഥലത്ത് അബ്രഹാം ഒരു സാക്ഷ്യം വഹിക്കുന്നവനായിരുന്നു. And the greatest witness is not by hanging wall writing on the wall. ഏറ്റവും വലിയ സാക്ഷ്യം എന്നുള്ളത് ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന വലിയ പോസ്റ്റർ അല്ല. Christ is the head of this home. A silent listener at every conversation. ഞങ്ങളുടെ എല്ലാ സംസാരങ്ങളെയും ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന ഒരു കർത്താവ്. And they write wrongly and guess at every meal. എല്ലാ വർഷത്തിലും. If that is true, even that writing is true, things should have been different.
ആ എഴുതി വെച്ചിരിക്കുന്ന അതിന്റെ അക്ഷരാർത്ഥത്തിൽ ശരിയാണെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. Is really Christ the Lord of my family? നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ആ രക്ഷിതാവായിരിക്കുന്ന കർത്താവ് തന്നെയാണോ? If he listens all conversation that goes on within the family, will he be happy with that? നാം സംസാരിക്കുന്ന എല്ലാ കോൺവെർസേഷനിലും അവൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവന് സന്തോഷമുള്ളവനായിട്ടിരിക്കുമോ? Beloved, let me go a little ahead. ദൈവമുള്ളവരെ അല്പം കൂടി മുന്നോട്ട് പോകട്ടെ. Something very important the Lord wants to teach us. വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന നമ്മെ പഠിപ്പിക്കേണ്ടതായിരിക്കുന്ന കാര്യം. Beersheba was a place of rest for Abraham. അബ്രഹാമിന്റെ ജീവിതത്തിൽ ബെർശബ അവന് സ്വസ്ഥത നൽകിയ But he did not forget God. He called upon him. ഒരിക്കലും ദൈവത്തെ മറന്നിരുന്ന മാത്രമല്ല അവൻ ദൈവത്തെ He വിളിച്ചപേക്ഷിച്ചു. maintained his testimony അവന്റെ സാക്ഷ്യം അവൻ തുടർമാനമായി പിന്തുടർന്നു. that the Gentile king could come to the hut of Abraham and say, surely God is with you. ഇവിടെ ഇതാ ജാതീയ രാജാവായിരിക്കുന്ന അബിമേലെക്ക് തന്നെയും ആ കൂടാരത്തിൽ കടന്നുകൊണ്ട് തീർച്ചയായും ദൈവം നിന്നോടുകൂടി എന്ന് പറയാം. Can that be said about you? നിന്നെ കുറിച്ച് പറയാൻ കഴിയുമോ? Can that be said about your family? നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറയാൻ കഴിയുമോ? Can that be said about the assembly where you gather? നിങ്ങൾ കൂടി വരുന്ന സഭയെ കുറിച്ച് ആ സാക്ഷ്യം പറയാൻ കഴിയും. Exactly, either of two things will be said by those who come to your assembly. ഈ രണ്ടിൽ ഒന്ന് ഈ പറയുന്ന പോലെ ആരെങ്കിലും പറഞ്ഞേ മതിയാവും. Maybe you can write down and keep it for you. 1 Corinthians chapter 14. ഒന്ന് വരുന്ന 14 അധ്യായം And in verse 23 we read like this. 23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. Paul says, if an unlearned man or unbeliever comes to your gathering, നിങ്ങളുടെ കൂടിവരുന്ന ഒരു അവിശ്വാസി കടന്നു വരുന്നു വിചാരിക്കുക. when you all come together നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ and you all start speaking in tongues, നിങ്ങൾ എല്ലാവരും ആ ഭാഷ if an സംസാരിക്കുന്നു. unbeliever comes there, ഒരു അവിശ്വാസി കടന്നു if വന്നാൽ an unlearned person comes there, പഠിക്കാത്തവൻ കടന്നു seeing every disorder in your gathering, നിങ്ങളുടെ കൂടിവരുന്ന എല്ലാ ഡിസോർഡർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുവാൻ കഴിയും. will you not say that you all have gone mad? നാം എല്ലാവരും അങ്ങനെ മാഡായി പോകുന്നു പറയില്ലേ? Exactly. തീർച്ചയായും. But if you come to verse 25 of that chapter, അതേ അധ്യായത്തിന്റെ 25 വാക്യത്തിൽ കടന്നു വരുമ്പോൾ 1 Corinthians 14:25, ഒന്ന് വരുന്ന 14 അധ്യായം you know what Paul says? 25 But when you all come together നിങ്ങൾ എല്ലാവരും കൂടി വരുമ്പോൾ and when one prophesies ഒരുവൻ പ്രവചിക്കുന്നു and an unlearned and unbeliever who sits in your gathering, അവിടെ ഇരിക്കുന്ന അവിശ്വാസി the secrets of his hearts are made manifest before them, അവന്റെ ഹൃദയത്തിലുള്ള വിചാരങ്ങളൊക്കെ വെളിവായി വരുന്നു. he will fall down on his face. അവന്റെ മുഖമടിച്ച് താഴെ വീഴുകയാണ്. And what will he say? എന്താ അവൻ പറയും? He will say, surely God is in their midst. ഇവരുടെ മധ്യത്തിൽ ദൈവം ഉണ്ടെന്നുള്ളത് അവർ. I want to put a question to you this moment. ഈ രാത്രിയിൽ ഒരു ചോദ്യചിഹ്നം നിങ്ങളുടെ മുമ്പായി In ഇടുവാനായി. every gathering you go, either of these two things will be spoken. എല്ലാ കൂടിവരലും ഈ രണ്ട് കാര്യങ്ങൾ സംസാരിക്കും. If there is indiscipline and disorder, അച്ചടക്കവും കാര്യങ്ങളും ഇല്ലാതെ വരുന്നുവെങ്കിൽ they will say you all have gone mad. നിങ്ങളെല്ലാം ഭ്രാന്തന്മാരാണെന്ന് പറയും. There is no sense in gathering. ഇവിടെ കൂടിവരുന്നതിൽ അർത്ഥമില്ല. What they do not know. ഇവിടെ നിങ്ങൾ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. But when you come with all sincerity, എന്നാൽ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ with all reverence towards God, ദൈവത്തോടെ ഭയഭക്തിയോടെ കടന്നു വരുന്നു. and you come seriously, വളരെയധികം ഗൗരവമായി നാം കടന്നു വരുന്നു. and you come and take your place, അങ്ങനെ വന്ന് ആ സ്ഥാനം എടുക്കുമ്പോൾ and when you do it all things in order and discipline, ആ കാര്യങ്ങളൊക്കെയും ഓരോ ക്രമപ്രകാരം നാം ചെയ്യുന്നു വരികയും they will say, surely God is there. അവർ പറയും ഇവരുടെ മധ്യത്തിൽ ദൈവമുണ്ട്. Who is responsible for ആരാണ് it? അതിന് ഉത്തരവാദികൾ? Who is responsible for it? അതിന് ഉത്തരവാദികൾ ആരാണ്? Elders of the assembly. അവരുണ്ടായിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട എൽഡേഴ്സാണ്. They don't keep all things neat and tidy. എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി ചെയ്യുന്നത് അവരല്ല. They don't speak the word of God properly. അവർ ദൈവവചനം വേണ്ടുവണ്ണം പറയാൻ They കഴിയില്ല. don't keep the things in orderly. അതെല്ലാം ഒരു ഓർഡർ ആയിട്ട് ഇടാൻ കഴിയുന്നില്ല. Beloved, don't blame here and there. അവിടെ എവിടെയും നമുക്ക് കുറ്റമായിട്ട് കാര്യമില്ല. You are responsible with your family to bring the presence of God to the house of God. നിങ്ങളാണ് അങ്ങനെ ദൈവസഭയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഓർഡർ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ളത്. When I say that, let me give one example that really struck me sometime before. അത് പറയുമ്പോൾ സഹോദരനെ സ്പർശിച്ചായിരിക്കുന്ന വിഷയം പറയാൻ ആഗ്രഹിക്കുന്നു. Maybe you can turn to Acts of the Apostles chapter 28. അപ്പോസ്തലപ്രവൃത്തികൾ 28 അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. It's very interesting. വളരെയധികം രസകരമായ കാര്യമാണ്. Please turn to that. അപ്പോസ്തലപ്രവൃത്തികൾ 28 Acts chapter 28. ഈ അപ്പോസ്തലപ്രവൃത്തികൾ 28 അധ്യായം verses 1, 2 and 3. 1, 2, 3 വാക്യം What we find there അവിടെ is എന്താണ് കാണുന്നത്? something like this. ഇങ്ങനെയാണ്. What happened? എന്താണ് There was a shipwreck. അവിടെ ഒരു കപ്പൽ ചേർന്നുണ്ടായി. And because of the shipwreck, all that were on the ship, they all escaped by the grace of God. ദൈവത്തിന്റെ കൃപയാൽ ആ കപ്പൽ ചേർന്നതിന് ശേഷം അവരൊക്കെയും രക്ഷപ്പെടുവാനിടയായി. All on board by God's grace were survived. അവിടെ കപ്പലിലുണ്ടായിരുന്നവർക്കൊക്കെയും രക്ഷപ്പെടുവാൻ കാര്യമായി തീർന്നു. What happened there? എന്താണ് ഉണ്ടായത്? There